കോഴിക്കോട് തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ തിരികെ എത്തുന്നത്. ബസ് സ്റ്റാൻഡിന് സമീപമുണ്ടായ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വൻ തീപിടുത്തത്തിലേക്കാണ് ഇനിയും പോകേണ്ടത്. തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സംഭവ സ്ഥലത്തു നിന്നും റിയാസ് KMR നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, ഇപ്പോൾ അവിടുത്തെ നിലവിലെ അവസ്ഥ എന്താണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത്? ഇപ്പോഴിതാ നമുക്ക് കാണാം, സിവിൽ ഡിഫൻസിന്റെ ഉൾപ്പെടെ ആളുകൾ അവിടേക്ക് കയറി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ഉണ്ട്. ഈ ഒരു വലിയ സാഹചര്യം നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്തൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പലരും പറയുന്നുണ്ട് തകര ഷീറ്റുകൾ കൊണ്ടാണ് ഇതുണ്ടാക്കിയത്. നേരത്തെ അഹമ്മദ് ദേവർകോവിൽ അടക്കമുള്ളവർ അത് വ്യക്തമാക്കുകയും ഇപ്പോൾ നമ്മൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഒരു ആശ്വാസകരമായ ചിത്രമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. മണിക്കൂർ കണക്കായി വലിയ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ചില കോണുകളിൽ നിന്നും ഒരു ദുരന്തമുഖത്തിൽ പറയാൻ വേണ്ടി പാടില്ലാത്ത ചില ആക്ഷേപങ്ങൾ രാഷ്ട്രീയമായി ഇവിടെ ചില പ്രതിപക്ഷ നിലകളിൽ നിന്ന് ഉയർന്നു വന്നു. നമ്മൾ ഏത് ദുരന്തമുണ്ടായാലും ആ സന്ദർഭത്തിൽ എങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ അന്വേഷണങ്ങൾ നമുക്ക് നടത്തി ഏത് ഘട്ടത്തിലും പോകാവുന്നതാണ്. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശാന്തമായി തീർന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീപിടുത്തമുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് അഗ്നിശമന പോലീസിൻ്റെ ഇതുമായി ബന്ധമുള്ള റിപ്പോർട്ടുണ്ടാകും. കോർപ്പറേഷനും സംബന്ധിച്ച് കോർപ്പറേഷൻ്റെ കൂടി കെട്ടിടമാണ്. അത്തരത്തിലുള്ള ഏത് അപാകതയുണ്ടെങ്കിലും നമുക്ക് അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഇതുപോലെ ഇവിടെ മാത്രമല്ല, എവിടെയും തീപിടുത്തം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതിന് ആവശ്യമായ തരത്തിലേക്കുള്ള കാര്യങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ഒരു തടസ്സവുമില്ല. കൃത്യമായി നമ്മുടെ എല്ലാം സംവിധാനങ്ങൾ ഏകോപിപ്പിക്കാൻ സാധിച്ചില്ല. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട വിഷയം. കോഴിക്കോടിലെ മുൻകാലങ്ങളെപ്പോലെ തന്നെ ഇത്ര മണിക്കൂർ കണക്കായുള്ള ഇതിൻ്റെ ഒരു അഗ്നിശമന സേനാംഗങ്ങൾക്കുള്ള എല്ലാ പിന്തുണയും കോഴിക്കോട്ടെ പോലീസ്, നാട്ടുകാർ, യുവജന വളണ്ടിയർമാർ, സന്നദ്ധ പ്രവർത്തകർ, കോർപ്പറേഷൻ, സർക്കാർ സംവിധാനം എല്ലാവരും, മാധ്യമപ്രവർത്തകർ അവരുടേതായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല നിലയിൽ ജനങ്ങൾ ഇതിനോട് സഹകരിച്ചു. അതാണ് ഇത്ര വേഗത്തിലെങ്കിലും ഈ രീതിയിലെങ്കിലും ഇവർക്ക് പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. അത് കോഴിക്കോട്ടെ ജനങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ തീപിടുത്തം സംബന്ധിച്ച് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പരിശോധനയും അന്വേഷണവും ഉണ്ടാവും? തീർച്ചയായും പരിശോധന. കോർപ്പറേഷന്റെ കെട്ടിടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം നടന്നിരിക്കുന്നത്. കോർപ്പറേഷൻ തലത്തിലുള്ള ഒരു പരിശോധനയും ആവശ്യമായ റിപ്പോർട്ടും കോർപ്പറേഷൻ തയ്യാറാക്കും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളുണ്ടാകും. ഫയർ എക്സിറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇനി കൃത്യമായ പരിശോധനയിലൂടെ ഉറപ്പുവരും. തീർച്ചയായും കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കെട്ടിടത്തിൽ മാത്രമല്ല, ഏത് സ്വകാര്യ സ്ഥാപനങ്ങളിലും എവിടെയും പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കപ്പെടണം. അപകടങ്ങൾ ഉണ്ടായിട്ട് രക്ഷാപ്രവർത്തനം എന്നതിലുപരിയായി അപകടങ്ങൾ വരാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ എല്ലാം മുന്നൊരുക്കം നടത്താനുള്ള നീക്കങ്ങളിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ശക്തമായ നിലപാട് അതിലുണ്ടാകും. അതുതന്നെയാണ് CP മുസാഫർ അഹമ്മദ് കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ പറയുന്നത്. അതായത് അപകടങ്ങളിൽ കൃത്യമായൊരു ഏകോപനം, ഇവിടെ ഒരു അപകടം നടന്നപ്പോൾ അതിൽ കൃത്യമായ ഏകോപനം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. മറ്റ് കാര്യങ്ങൾ ഇതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും അന്വേഷണം ഉണ്ടാകും എന്നൊരു പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും കേരള വിഷൻ ന്യൂസിലൂടെ ഉണ്ടായി എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാരണം ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട കോർപ്പറേഷൻ, കോഴിക്കോട് കോർപ്പറേഷൻ്റെതായ രീതിയിലുള്ള അന്വേഷണം നടത്തും.